സ്ഥലത്ത് പ്രസംഗിക്കാൻ പെടാനുള്ള കാരണം ഈ സുവിശേഷം എവിടെ ചെന്നിട്ടുണ്ടോ അവിടെയാണ് ഈ സമാധാനം ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾക്കറിയാമോ, സുവിശേഷത്തിനെതിരെ ഉയരാത്ത കൈകളില്ല, സുവിശേഷത്തിന് എതിരെ നിൽക്കാത്ത ചക്രവർത്തിമാരില്ല, സുവിശേഷത്തിന് എതിരെ നിൽക്കാത്ത ജനങ്ങൾ വളരെ കുറവാണ്. എന്നാൽ പറയാം, സുവിശേഷം പ്രസംഗിച്ച കാരണത്താൽ അനേകരെ സിംഹത്തിന് ഗുഹയിൽ ഇട്ടുകളഞ്ഞു, അനേകരെ തീയിലിട്ട് കളഞ്ഞു, അനേകരെ കഴുത്ത് വെട്ടിമാറ്റി, അനേകരെ തല്ലിക്കൊന്നുകളഞ്ഞു, അനേകരെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു, അനേകരെ കഴുത്തറുത്ത് കളഞ്ഞു, അനേകരെ പുറത്താക്കപ്പെട്ടു. എന്നാൽ അതുകൊണ്ട് സുവിശേഷത്തിന്റെ ശക്തി നീക്കത്തില്ല. എന്നാൽ ഇന്ന് പകൽ ഞങ്ങൾക്ക് ഈ ദേശത്തെ വിളിച്ചൊരു കാര്യമുണ്ട്. അങ്ങനെയെങ്കിലും ആരൊക്കെ എതിരായിട്ട് ഇറങ്ങി വന്നാലും ഏതൊക്കെ രീതിയിൽ സുവിശേഷത്തിന് വേണ്ടി എത്ര പദ്ധതി ഒരുക്കിയാലും കഴുത്ത് അടുത്ത് താഴെയിട്ടെന്ന് പറഞ്ഞാലും തീരുന്ന മാർഗമല്ല സുവിശേഷം. സുവിശേഷം ഏത് സ്ഥലത്തും എവിടെയും ശങ്കുറപ്പോടെ ആവേശത്തോടെ പ്രസംഗിക്കപ്പെടാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇത് സമാധാനത്തിന്റെ മാർഗമാണ്, യേശു ക്രിസ്തുവിന്റെ മാർഗം. അതുകൊണ്ട് ഇന്ന്